Dear students, in area related to circle എന്ന ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in the given figure triangle ABC is right angled in which angle A is 90 degree. ABC എന്നുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൽ ആംഗിൾ A 90 ഡിഗ്രിയാണ്. സെമി സർക്കിൾസ് ആർ ഡ്രോൺ ഓൺ AB, AC and BC as diameter. ഓരോ BC ഡയമീറ്റർ വെച്ചിട്ട് ഒരു സെമി സർക്കിൾ പറഞ്ഞു. അതുപോലെ AB എന്നുള്ള ഡയമീറ്റർ വെച്ചിട്ട് വേറൊരു സെമി സർക്കിൾ, AC എന്നുള്ള ഡയമീറ്റർ വെച്ച് വേറൊരു സെമി സർക്കിൾ. ഫൈൻഡ് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കാണണം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഭാഗം മൈനസ് ചെയ്യണം. അതുപോലെ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ രണ്ട് ഷെയ്ഡഡ് പോർഷനും കിട്ടുക. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു ഭാഗം ഇനി നമുക്ക് ഡോട്ട് കൊടുക്കാം. അതായത് ഏരിയ ഓഫ് ഡോട്ടഡ് പോർഷൻ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സിയിൽ നിന്ന് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി മൈനസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് ഡോട്ടഡ് പോർഷൻ ഈക്വൽ ടു ഏരിയ ഓഫ് semicircle, area of semicircle with diameter BC minus area of triangle ABC. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, അതായത് ഈ ഒരു സെമി സർക്കിൾ BC ഡയമീറ്റർ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സെമി സർക്കിളിന് ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് പോർഷൻ്റെ ഏരിയ കിട്ടും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി. അപ്പോൾ ഈ ബി സി നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ ഡറ്റ് എ ആണ്. അതായത് എ ആണ് 90 ഡിഗ്രി തന്നിട്ടുള്ളത്. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ബി സി. ബി സി ആണ് എന്ത്? ഹൈപ്പോടെന്യൂസ് സൈഡ്. അപ്പോൾ ബി സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ബൈ പൈതഗോറസ് തിയറം. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് കിട്ടി. എ ബി എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് എ സി എന്ന് പറയുന്നത് 4 സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. 9 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ബി സി 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഏരിയ ഓഫ് സെമി സർക്കിൾ, ഏരിയ ഓഫ് സെമി സർക്കിൾ എന്താണ്? ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. ഹാഫ് പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു പൈയുടെ വാല്യൂ കൊടുക്കുന്നില്ല, പൈ ഇൻറ്റു ഇവിടെ ഡയമീറ്റർ ആണ് ബി സി. ബി സി 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതായത് ഡയമീറ്റർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 5/2 ആണ്. അപ്പോൾ ഇവിടെ 5/2 ഇൻറ്റു 5/2 അപ്പോൾ 25/8 മൈനസ് ഹാഫ് ഇൻറ്റു അവിടെ ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാണ്? ഇതിൻ്റെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് 3യും ഹൈറ്റ് 4ഉം ആണ്. 3 × 4. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 25/8 പൈ മൈനസ് 6. ഇത്രയാണ് നമുക്ക് ഏരിയ ഓഫ് ഡോട്ടഡ് പോർഷൻ. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഏരിയ ഓഫ് ഡോട്ട് പോർഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 25/8 ഈ ഒരു ഭാഗത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 25/8 പൈ മൈനസ് 6. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് സെമി സർക്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ രണ്ടിനെ ആഡ് ചെയ്തിട്ട് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഏരിയ ഓഫ് സെമി സർക്കിൾ, ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി എന്ന ഡയമീറ്റർ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്
ഹാഫ് പൈ ആർ സ്ക്വയർ ആണ് സെമി സർക്കിളിൻ്റെ ഏരിയ. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഡയമീറ്റർ 3 ആണ്, 3/2 ആണ് വരിക. 3/2 ഇൻറ്റു 3/2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9/8 പൈ. അതുപോലെ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ സി ആകുമ്പോൾ അവിടെ നമുക്ക് എന്ത് വരും? ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ 4/2 ഇൻറ്റു 4/2. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 16/8 പൈ. അപ്പോൾ ഇത് 9/8 പൈയും ഇത് 16/8 പൈയും ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഈക്വൽ ടു area of shaded region equal to area of semicircle with the diameter AB plus area of semicircle with the diameter AC minus area of dotted portion. ഇവിടെ ഇത്രയും ഓർമ്മിക്കേണ്ടതുള്ളൂ. അതായത് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ അതിൻ്റെ രണ്ടിൻ്റെയും സമ്മിൽ നിന്ന് ഈ ഡോട്ടഡ് പോർഷൻ്റെ ഏരിയ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ നമുക്ക് ഇത് രണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെമി സർക്കിളിന് AB വരുന്നതിനത് 9/8 പൈ ആണ് കിട്ടിയിട്ടുള്ളത്. പ്ലസ് AC ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിൻ്റെത് 16/8 പൈ ആണ് കിട്ടിയിട്ടുള്ളത്. മൈനസ് ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? 25/8 പൈ മൈനസ് 6. ഇനി ഇതിനെ മൈനസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 25/8 പൈ ആണ് കിട്ടുന്നത്. 25/8 പൈ മൈനസ് 25/8 പൈ. ഈ മൈനസും ഉണ്ടാവും പ്ലസ് 6. അപ്പോൾ 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഗിവൺ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് AC ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ. AC 24 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ്. BOD 90 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു സെമി സർക്കിളിന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ ഈ പോർഷൻ്റെ ഏരിയ കിട്ടും. അതുപോലെ ഇതൊരു സെക്ടർ ഏരിയ ഓഫ് സെക്ടർ BOD കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടുക. അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഏരിയ ഓഫ് സെമി സർക്കിൾ diameter BC. Area of semicircle with the diameter BC minus area of triangle CAB. ഇവിടെ ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് സെമി സർക്കിളിന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്തു. പ്ലസ് ഇനി എന്ത് വേണം? ഏരിയ ഓഫ് സെക്ടർ BOD. ഈ ഒരു സെക്ടറിൻ്റെ ഏരിയയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ കിട്ടും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് BC എത്രയാണെന്ന് അറിയില്ല. ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഹാഫ് പൈ ആർ സ്ക്വയർ, അവിടെ ഡയമീറ്റർ BC ആണ്, അതറിയില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 90 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്ന് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് BC കണ്ടുപിടിക്കുക. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു angle CAB equal to 90 degree. Reason angle in a semicircle.
ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈപ്പോട്ടിന്യൂസ് സൈഡ് വരിക ബി സി. ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ബൈ പൈതഗോറസ് തിയറം. അപ്പം നമുക്ക് അങ്ങനെ കിട്ടി. അതിൽ ബി സി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. എ സി എത്രയാണ് തന്നിട്ടുണ്ട്? 24 സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറയുന്നത് 7 സ്ക്വയർ. അപ്പോൾ 24 × 24 576 പ്ലസ് 49. 576 പ്ലസ് 49 15 1 12 625 ആണ് വരുന്നത്. 625 ബി സി സ്ക്വയർ ആണെങ്കിൽ ബി സി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. ബി സി 25 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഏരിയ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി ആണ്. അപ്പോൾ അവിടെ ഹാഫ് പൈ ആറിൻ്റെ പ്ലേസിൽ എന്ത് വരും? ബി സി 25 ആണെങ്കിൽ 25/2 ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. 25/2 മൈനസ് ഇത് സി എ ബി എന്നുള്ളത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ബേസ് എ ബി എന്ന് പറയുന്നത് 7, ഹൈറ്റ് എന്ന് പറയുന്നത് 24 പ്ലസ് ഏരിയ സെക്ടർ ബി ഒ ഡി. ആ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 90 ഡിഗ്രി. θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. തീറ്റ എന്ന് പറയുന്നത് 90/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് 25/2 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ബി സി 25 ആണെങ്കിൽ ഒ ബി ഒ സി ഒ ഡി എല്ലാം എന്താണ്? 25/2 ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയമീറ്റർ ബി സി കണ്ടുപിടിച്ചതിന് ശേഷം therefore radius is equal to ഒ ബി ഒ സി ഒ ഡി ഈക്വൽ ടു 25/2 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കണം. അവിടെ പൈയുടെ വാല്യൂ എല്ലാം കൊടുത്തിട്ട് അതിനെ ഷോർട്ട് ആക്കി കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഹാഫ് ഇൻറ്റു 22/7 ഇൻറ്റു 625/2 × 2 4 മൈനസ് ഇവിടെ നമുക്ക് ഹാഫും 24ഉം ക്യാൻസൽ ചെയ്യാം. 12 × 7 എന്ന് പറയുമ്പം 84. ഇവിടെ 90/360 ഉണ്ട്. ഇവിടെ 1/4 ആയി. 1/4 ഇൻറ്റു 22/7 ഇൻറ്റു ഇവിടെ 625/4. ഇനി ഇത് രണ്ടും നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഇതിലേക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ അതായത് ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇവിടെ 11 അത്രേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ 2 11. അപ്പോൾ 11 ഇൻറ്റു 625 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 4 28. അതുപോലെ ഇവിടെ 56 പ്ലസ് 11 ഇൻറ്റു 625 ഡിവൈഡ് ബൈ 28 ഇൻറ്റു 2 എന്ന് പറയുന്നത് 56 മൈനസ് 84. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഷോർട്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൽ 56 LCM ആയി എടുക്കുമ്പോൾ 2 ഇൻറ്റു 11 ഇൻറ്റു 625 പ്ലസ് 11 ഇൻറ്റു 625 മൈനസ് 84 ആണ് വരുന്നത്. അപ്പോൾ 625 ഇൻറ്റു 11 5 2 6 5 2 6 5 7 8 6 6875 6875 ഇൻറ്റു 2 ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 10 15 17 1 13. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 13750 പ്ലസ് 6875 ഡിവൈഡ് ബൈ 56 മൈനസ് 84 ആണ് വരുന്നത്. ഇനി ഷോർട്ടാക്കാം. അപ്പോൾ ഷോർട്ടാക്കുമ്പോൾ ഇതിൽ കാൽക്കുലേഷനാണ് കുറച്ച് പണിയായിട്ടുള്ളത്. അപ്പോൾ 13750 പ്ലസ് 6875 5 12 1 16 1
20625 ആണ് വരുന്നത്. 20625 ഡിവൈഡ് ബൈ 56 മൈനസ് 84 ആണ് വന്നിട്ടുള്ളത്. 2068 ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 20625 ഡിവൈഡ് ബൈ 56. 20625 ഡിവൈഡ് ബൈ 56 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 368.3 ആണ്. അതിൽ നിന്ന് 84 മൈനസ് ചെയ്യുക. 84 മൈനസ് ചെയ്യുമ്പോൾ 368.0 മൈനസ് 84 284.3 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് 284.3 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. അതാണ് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഗിവൺ ഫിഗർ ABCD ഈസ് എ റെക്ടാംഗിൾ ഓഫ് ഡയമെൻഷൻ 21 സെന്റിമീറ്റർ ഇൻറ്റു 14 സെന്റിമീറ്റർ. എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് BC as diameter. ഫൈൻഡ് ദ ഏരിയ ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഇൻ ദ ഫിഗർ. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് റെക്ടാംഗിൾ മൈനസ് ഏരിയ ഓഫ് സെമി സർക്കിൾ. സെമി സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുക. റെക്ടാംഗിളിന്റെ ഏരിയ L × B മൈനസ് ഹാഫ് പൈ R സ്ക്വയർ. അവിടെ L എന്ന് പറയുന്നത് 21 × 14 മൈനസ് ഹാഫ് ഇൻറ്റു 22/7 ഇൻറ്റു ഇവിടെ റേഡിയസ് BC എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. BC 14 ഡയമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ 14/2 ഈക്വൽ ടു 7. അപ്പോൾ 7 × 7 ഇവിടെ 7 7 ക്യാൻസലായി, 2 ക്യാൻസലായി. അപ്പോൾ 21 × 14 എന്ന് പറയുന്നത് 4 8 1 2 294 മൈനസ് 77. 294 77 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 270. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ. ഇനി നമുക്ക് ഇതിന്റെ പെരിമീറ്റർ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ് പെരിമീറ്റർ കിട്ടുക? അതായത് ഈ ഒരു ഭാഗത്തിന്റെ മാത്രമാണ് നമുക്ക് പെരിമീറ്റർ വേണ്ടത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി. ഇത് L, ഇവിടെ ഒരു L. അപ്പോൾ 2L പ്ലസ് ഇത് B പ്ലസ് ഈ ഭാഗം പൈ R. സെമി സർക്കിൾ ആണ്. സർക്കിൾ ആണെങ്കിൽ സർക്കംഫറൻസ് എന്താണ്? 2πr ആണ്. ഇവിടെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പൈ R. അപ്പോൾ 2 × L എന്ന് പറയുന്നത് എത്രയാണ്? 21 പ്ലസ് B എന്ന് പറയുന്നത് 14 പ്ലസ് 22/7 ഇൻറ്റു 7. റേഡിയസ് 7 ആണ്. 7 7 ക്യാൻസലായി. ഇവിടെ 42 പ്ലസ് 14 പ്ലസ് 22 ആണ് വരുന്നത്. 42 പ്ലസ് 14 പ്ലസ് 22. അപ്പോൾ 6 പ്ലസ് 2 8 3 7 78 സെന്റിമീറ്റർ. സ്ക്വയർ എഴുതാൻ പാടില്ല, പെരിമീറ്റർ ആണ്. അപ്പോൾ 78 സെന്റിമീറ്റർ. പെരിമീറ്റർ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് 78 സെന്റിമീറ്ററും ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് 217 സെന്റിമീറ്റർ സ്ക്വയറുമാണ് കിട്ടി. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.